ഇന്ന് ക്ലാസ്സിലിരിക്കുമ്പം ഡീപ്പ് ഇൻസൈഡ് ഐ വാസ് എക്സ്ട്രീംലി ക്രേവിങ് ഫോർ മൈ ഗ്രാൻഡ് മദേഴ്സ് ബിരിയാണി. ബേസിക്കലി ഐ എം നോട്ട് എ ബിരിയാണി പേഴ്സൺ. പക്ഷേ ഇന്നെന്താ അറിയില്ല, വലിയമ്മച്ചി ഉണ്ടാക്കുന്ന അതേ ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂതിയായി. അങ്ങനെ ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ ഫ്രഷായി. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ മുന്നേ രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ ക്ലാസ് പോകേണ്ട നല്ല വിശപ്പുണ്ട്. അപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ലോങ് പ്രോസസ്സ് ആണല്ലോ, അതുവരെ നമുക്ക് വിശപ്പ് പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്കൊരു കോൺ സ്റ്റീം ചെയ്തിട്ട് കഴിക്കാമെന്ന്. ഒന്നുമില്ല, ജസ്റ്റ് കോണൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ബട്ടറിലിട്ട് സോട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അത് ആദ്യം ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ സ്വീറ്റ് കോൺ റെഡി ആയപ്പോൾ ഞാൻ അതിൽ നിന്ന് വേഗം ഒന്നെടുത്ത് കഴിച്ചിട്ട് ബിരിയാണി റൈസ് ജസ്റ്റ് സോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അതിനുശേഷം ചിക്കൻ്റെ മസാലയും ചിക്കനും കൂടിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പം എൻ്റെ കുക്കറിൻ്റെ അവസ്ഥ ഇതാ. എനിക്കറിയാം എങ്ങനെയൊന്നും അല്ല, അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സകല ബൂതി മാറി കിട്ടി. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലാന് വേറെ ഒന്നുമല്ല, തൽക്കാലം ബിരിയാണി പൂതി അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്നത്തെയും പോലെ നൂഡിൽസ് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബിരിയാണി കത്തിപ്പോയതിൻ്റെ ക്ഷീണം മാറ്റാൻ നൂഡിൽസ് മാത്രം പോരല്ലോ, അതിൻ്റെ കൂടെ ഞാനൊരു സോൾട്ടി ഓറഞ്ച് ജ്യൂസും കൂടി റെഡിയാക്കി. അങ്ങനെ നൂഡിൽസും ജ്യൂസൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സ്വീറ്റ് കോണില്ലേ, അതും കൂടി എടുത്ത് വെച്ചിട്ടോ. അങ്ങനെ എൻ്റെ വല്യമ്മച്ചിൻ്റെ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ നൂഡിൽസ് അങ്ങോട്ട് കഴിച്ചിട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി റിസർച്ചൊക്കെ നടത്തിയിട്ട് അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കല്ലേ. പിന്നല്ലേ എൻ്റെ അന്നത്തെ കരിഞ്ഞു പോയ കുക്കർ 1.5 ദിവസം സോക്ക് ചെയ്ത് കേട്ടോ, എനിക്ക് ഇതുപോലെ കിട്ടിയത്.